ഇതിൽ നമുക്ക് നേരത്തെ ഈ ദുരന്തത്തിൻ്റെ ഒരു സാഹചര്യം, ഈ ഇത്തരത്തിലുള്ള വലിയ പേമാരിയുടെ ഒരു സാഹചര്യം നമ്മളെ പിടികൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്തുടരുന്നുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ഓരോ ഘട്ടത്തിലും പെരുമാറാൻ. 2018 ദുരന്തത്തെക്കുറിച്ചുള്ള ആ വലിയ പ്രളയത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ ആ കാലത്തെ ആരോപണങ്ങളോ വിമർശനങ്ങളോ തൽക്കാലം ഞാൻ എടുക്കുന്നില്ല. പക്ഷേ 2019 അന്നത്തെ പ്രതിപക്ഷം നടത്തിയ ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ നമുക്ക് കാണാതെ പോയിക്കൂടാ. അന്ന് അവർ ചോദിച്ചത് എന്താണ്? 2018 നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടില്ലേ? കഴിഞ്ഞ വർഷം ഇത് സംഭവിച്ചിരുന്നല്ലോ, പക്ഷേ അതിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. 2019 എത്തുമ്പോഴേക്ക് 2019 ഇത് നിങ്ങൾ മുൻകൂട്ടി കാണണമായിരുന്നു. ആ ഉണ്ടായ ഓരോ പിഴവും വീഴ്ചയും എണ്ണിപ്പറഞ്ഞത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ധർമ്മം തന്നെ കൃത്യമായി നിർവഹിച്ച് ശക്തമായി അന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് വി ഡി സതീശൻ അടക്കമുള്ളവർ ചെയ്തത്. അന്ന് 2019 2018 മാതൃകയാക്കിക്കൊണ്ടുള്ള ഒരു മുന്നൊരുക്കമോ തയ്യാറെടുപ്പോ നടത്തിയില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇത് തുടർച്ചയായി ഓരോ മഴക്കാലത്തും ഇത് സംഭവിക്കുന്നു എന്നുള്ള ഒരവസ്ഥ ഒന്നും മഴക്കാലമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. വേനൽ മഴ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വേനൽക്കാലം ഇങ്ങനെ നമ്മൾ കടന്നു പോവുകയാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു മഴക്കാലത്തേക്ക് വേണ്ട മുഴുവൻ മഴയും ഒരുമിച്ച് പെയ്യുക. ഇതാണല്ലോ ഈ പ്രതിഭാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്ഥിരമാണ്. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഓരോ വർഷവും പ്രതീക്ഷിക്കുക. 2 വർഷം മുമ്പ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമായി അവിടെ സംഭവിച്ചു. അത് കേരളത്തിൽ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള മഴ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിവർഷം, ക്ലൗഡ് ബസ്റ്റ് എന്ന് വേണേൽ പറയാവുന്ന തരത്തിലേക്ക് വരുന്ന ഒരു മഴ ഇവിടെ കേരളത്തെ ഇങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എൽനിനോ തുടർച്ചയാണ്, പല കാലത്തായി വരുന്നുണ്ട്. ഇത് ഇപ്പോൾ അതിൻ്റെ ആവർത്തനങ്ങളുണ്ട്. അതിൻ്റെ പഠനങ്ങൾ നോക്കിയാൽ ഭയങ്കര കൗതുകകരമായ കുറേ വിവരങ്ങളുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് അതും പറഞ്ഞു പോകാം. അപ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന ഉറപ്പുള്ളപ്പോൾ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം, അതിനുവേണ്ട ഒരുക്കങ്ങൾ വേണം, എങ്ങനെ നമ്മൾ ഇതിനോട് പ്രതികരിക്കണം എന്നുള്ളതിൽ ഒരു ധാരണ ഉണ്ടാവണം. ആ കാര്യത്തിൽ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നതിനെ അതിനെ ഈ മട്ടിലാണോ നേരിടേണ്ടതെന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. പ്രതിപക്ഷം അങ്ങനെ ഗുരുതരമായി ആരോപിക്കുന്നതിനേക്കാൾ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെക്കാൾ ഇന്ന് മുഖ്യമന്ത്രി നേരിട്ടത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെയാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതെല്ലാം കുഴപ്പം എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് പോകുന്ന ഒരവസ്ഥ വന്നു. അദ്ദേഹം അവിടെ ഈ പറഞ്ഞതുപോലെ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമപ്രവർത്തകരോടാണ്, അവരാണ് ഇത് കുളമാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ബാക്കി മാധ്യമപ്രവർത്തകർ ഒന്ന് നിശബ്ദരാകും, അതല്ലെങ്കിൽ ബാക്കി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ആ ചോദ്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതീതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഈ ലോകത്തിന് മുന്നിൽ വരച്ചിടും. അതാണ് സംഭവിക്കുന്നത്. അവിടെ വേറെ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. കൈരളിയും ദേശാഭിമാനിയും മാത്രമൊന്നുമല്ല അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം അങ്ങനെ നിഷ്പ്രഭമാക്കി കളയും അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളിലൂടെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുരീതി. അവരാകും കുഴപ്പക്കാർ. ചോദ്യം ചോദിച്ചവരെന്തോ വലിയ കുറ്റം ചെയ്തവരെ പോലെ ഉള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കഴിക്കണമെന്നല്ലാതെ വേണ്ടാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത്തരം ചർച്ചകളിലേക്ക്, അതായത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്, അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോയത്, ഇത്തരം ചർച്ചകളിലേക്കാണോ പ്രതിപക്ഷം പക്ഷേ ഊന്നേണ്ടതെന്നുള്ള സംശയം എനിക്കുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ പിഴവുകൾ ചൂണ്ടിക്കാട്ടാവുന്ന കുറേ സംഭവങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയും സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്ത 2-3 സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടുന്നത്. അവർ ക്യാമ്പിലെത്തിയിട്ട് അവർക്ക് ഭക്ഷണമേ കൊടുത്തിട്ടില്ല, 2 ദിവസമായി ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നുള്ള ഒരവസ്ഥ ഭയങ്കര വല്ലാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ. അപ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനുശേഷം വളരെ പെട്ടെന്ന് അവിടെ ഭക്ഷണം എത്തിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചു. ക്ലാസ് റൂമിൽ അത് വൈദ്യുതി ഇല്ലാതെ അത് തുടർ നടപടി നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതാണ് സർക്കാർ അതിൽ നടപടി സ്വീകരിക്കുന്നത്. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു, സർക്കാർ അതിൽ നടപടി സ്വീകരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് 11 പശുക്കളാണ് ഒരാളുടെ ഒലിച്ചു പോയത്. അതേക്കുറിച്ചുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലാണ് ആ കർഷകൻ പൊട്ടിക്കരയുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ പെട്ടെന്ന് തന്നെ 2 പശുക്കളെ കർഷകന് കൊടുക്കുന്ന രീതിയിലേക്കുള്ള നടപടി പിറ്റേ ദിവസം തന്നെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ പോസിറ്റീവായ, വളരെ വേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലെ വാർത്തകൾ വന്നു. ഇപ്പോൾ PC വിഷ്ണുനാഥാണ് അവിടെയുള്ള മന്ത്രി, കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്, ചടുലമായി ഇടപെടുന്നുണ്ട്. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. വീഴ്ചകൾ ഇവിടെ പറയുന്നു,
അപ്പോൾ കാര്യക്ഷമമായി ഈ സർക്കാരിൻ്റെ മന്ത്രിമാർ ഇടപെടുന്നു, അത് സത്യമാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ മതി മുഖ്യമന്ത്രി. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, അദ്ദേഹം ഈ പറയുന്ന മറ്റ് ആരോപണങ്ങളിൽ അദ്ദേഹവും കുടുങ്ങുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ മൊത്തം അവിടെ കുടുക്കിയിടാൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷവും അവിടേക്ക് ഊന്നുന്നു എന്നുള്ളതാണ് പ്രശ്നം. പ്രതിപക്ഷം അവിടെ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആളുകൾക്ക് മനസ്സിലാവും, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വ്യക്തിപരമായി നോക്കിയാൽ ഈ കാലത്ത്, കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പി സി ജോർജ്. അദ്ദേഹം കാരണം വർഗീയമായ ധാരാളം പരാമർശങ്ങൾ നിരന്തരം പറയുന്നു. ആ നിലയ്ക്കൊക്കെയുള്ള ഒരു ഒട്ടും മനുഷ്യത്വമില്ലാത്ത സമീപനം പല വിഷയങ്ങളിലും അദ്ദേഹം കാണിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നു. ഈ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാറ്റം കൂടി സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിൽ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. ആ രീതിയിൽ ആളുകൾക്ക് പൊതുവെ പി സി ജോർജ് പറയുന്നത് ഒരു ഔചിത്യമില്ലാത്ത വർത്തമാനമാണ് എന്ന് പൊതുവെ വിശ്വസിക്കുന്ന കാലത്താണ് ഈ ദുരന്തത്തിൽ പി സി ജോർജിൻ്റെ, ഈ മലവെള്ളപ്പാച്ചിൽ പി സി ജോർജിൻ്റെ വീട്ടിൽ വെള്ളം കയറുന്നത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എനിക്ക് തോന്നുന്നു പി സി ജോർജിൻ്റെ അടുത്ത കാലത്ത് ഏറ്റവും ഔചിത്യപൂർണമായ നല്ല പ്രതികരണമായാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് നഷ്ടമുണ്ടായി, ഇന്നോവ 2 പോയി, വേറെ മഹീന്ദ്രയുടെ വണ്ടി 1 പോയി, വീടിനകത്ത് മുഴുവൻ വെള്ളം കയറി, അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബിസിനസ് സംരംഭമുണ്ട്, അതിനകത്ത് മുഴുവൻ വെള്ളം കയറിയിട്ട് അത് നശിച്ചു, 10-30 ലക്ഷം രൂപയുടെ സാധനമൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ 3 സെൻറ്റിൽ കിടക്കുന്ന ഒരാളുടെ വീട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട് എന്ന് ആണ് പി സി ജോർജ് പറഞ്ഞത്. ആ പി സി ജോർജ് വീട്ടിൽ വെള്ളം കയറിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ഉത്തരം പറയുന്നത്. ഇതാണ്, അതായത് ഒരു ദുരന്തകാലത്തെ ദൃശ്യങ്ങൾ, ആ സമയത്തെ നേതാക്കളുടെ പ്രവർത്തികൾ, ഇതെല്ലാം ഒരു ഇമേജ് സൃഷ്ടിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് വിലയിരുത്താനുള്ള ഒരു അവസരം കൊടുക്കും. ഇത് ഔചിത്യമുള്ള ഒരു നടപടിയാണോ അല്ലെങ്കിൽ അനൗചിത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. ഈ ദുരന്തകാലത്ത് ഞാൻ ഇക്കാര്യത്തിൽ വി ഡി സതീശനേക്കാൾ ഔചിത്യത്തോടെ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തെ കൈകാര്യം ചെയ്യുന്ന പി സി ജോർജിനെയാണ് കണ്ടത് എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അദ്ദേഹം എന്നാൽ രാഷ്ട്രീയത്തിൽ ഞാൻ വി ഡി സതീശനൊപ്പമാണ്, അത് വേറെ കാര്യം. പൊളിറ്റിക്സിൽ ഞാൻ വി ഡി സതീശനൊപ്പമാണ്, പി സി ജോർജിനൊപ്പം അല്ല. പക്ഷേ ഈ കാഴ്ചകളിൽ ഇന്ന് ഈ ദുരന്തത്തിൽ ഔചിത്യത്തോടെ അദ്ദേഹം പെരുമാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടതാണെന്ന് ഇപ്പോൾ നമുക്ക്, അതായത് കേരളം പോലെ ഒരു സംസ്ഥാനത്താണ് പ്രത്യേകിച്ച് അത് വേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രി യാത്ര ചെയ്യണമെങ്കിൽ, കാരണം ഇവിടുത്തെ ഹൈവേ ഒക്കെ പൂർത്തിയായി കഴിയുമ്പോൾ കുറച്ചുകൂടി വേഗത്തിലെത്താൻ പറ്റിയേക്കും. കാരണം കേരളത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂല വരെ ചെറിയ സംസ്ഥാനമാണ്. പക്ഷേ ഇവിടെ കടന്നു പോകണമെങ്കിൽ കേരളത്തെക്കാൾ എത്രയോ വലിയ തമിഴ്നാടോ കർണാടകമോ അല്ലെങ്കിൽ ആന്ധ്രയോ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റൂ. അതിലും ഭേദം പെട്ടെന്ന് കാര്യങ്ങൾ വേഗത്തിൽ ചടുലമായി നടപ്പാക്കാൻ ഹെലികോപ്റ്റർ ആവശ്യമാണെങ്കിൽ അത് നടപ്പാകണം. അത് ഇൻവെസ്റ്ററെ കാണാൻ വരുന്നു, വരട്ടെ, കാണട്ടെ, കാര്യങ്ങൾ വേഗം നടത്തട്ടെ എന്നുള്ളതാണ്. അപ്പോൾ കുറേ കൂടി, പക്ഷേ ആ കാര്യത്തിൽ ഈ ആളുകൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ കുറേ കൂടി സുതാര്യത വേണം എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം. അദ്ദേഹത്തിൻ്റെ മംഗലാപുരം യാത്രയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടികളിൽ പലപ്പോഴും ആ സുതാര്യതയില്ലായ്മയായിരുന്നു പിന്നീട് പ്രശ്നമായത്. ഇപ്പോൾ ഈ യാത്രയും ഇനിയുള്ള കാലത്തും ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് അതിലെ ആ സുതാര്യതയില്ലായ്മ കൊണ്ട് ഒരു ഇൻവെസ്റ്ററെ കാണാൻ വന്നു എന്നുള്ളത് പി രാജീവ് ഖണ്ഡിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ ടീമായിട്ടാണ് കാണുക, ഈ തനിച്ചു വന്ന് ഇൻവെസ്റ്ററെ കാണുന്ന ഏർപ്പാട് അറിയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ചാർട്ടുണ്ട്. ആ പ്രോഗ്രാം ചാർട്ട് ഇപ്പം ചില മാധ്യമപ്രവർത്തകർ വഴി തന്നെ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അത് നോക്കുമ്പോഴും അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രോഗ്രാമുകളെല്ലാം എടുത്തു നോക്കും. അപ്പോൾ രഹസ്യമായി കാണേണ്ട ഒരു ഇൻവെസ്റ്റർ ആയിരിക്കാം, അറിയില്ല. ചിലപ്പോൾ സർക്കാരിൻ്റെ രഹസ്യങ്ങൾ പുറത്ത് പറയില്ല എന്ന് പറഞ്ഞാണല്ലോ ഈ ഒരു മന്ത്രിസഭ തന്നെ അധികാരമേൽക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അപ്പോൾ പിന്നെ ചില രഹസ്യങ്ങൾ കാണും, പറയണ്ട. പക്ഷേ അതിലൊക്കെ ഒരു സുതാര്യത പൊതുവെ പ്രത്യേകിച്ച് ഒരു ദുരന്തകാലത്ത് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സുതാര്യത ഇല്ലാതെ പോകുന്നു എന്നുള്ളത്. പിന്നെ തുടർച്ചയായി ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ച് 10-14 പേര് മരിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആളുകൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടേതായി വരുന്ന ദൃശ്യങ്ങളെല്ലാം ആഘോഷത്തിൻ്റെതായ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ കട ഉദ്ഘാടനമായാലും ഇത് നടക്കരുതെന്നല്ല കേട്ടോ, കട ഉദ്ഘാടനം നടക്കണം. കാരണം മുഖ്യമന്ത്രിക്ക് സമയമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പോയി കട ഉദ്ഘാടനം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വിരുന്നിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. എനിക്ക് മുഖ്യമന്ത്രി പറഞ്ഞതിനോടാണ് അതിനകത്ത് എനിക്ക് കുറച്ച് യോജിപ്പ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മലബാറിലെ പല പ്രദേശങ്ങളിലേക്കൊക്കെ പോയാൽ വലിയ ആതിഥ്യ മര്യാദ കാണിക്കുന്ന ആളുകളാണ്. ഇപ്പം വ്യക്തിപരമായി എൻ്റെ ഒരു അനുഭവം ഞാൻ പറയും, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് പലപ്പോഴും ഇത് ഞാൻ തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതായത് ഇത്രയും സ്വീകരിക്കപ്പെടേണ്ട ആളാണോ ഞാൻ,
ഇത്രയും എന്താണ് ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട ആളല്ല ഞാൻ എന്ന് ഉറച്ച ബോധ്യം നമുക്കുള്ളപ്പോഴും നമ്മളെ ഒരാവശ്യമില്ലാതെ അങ്ങനെ സ്നേഹിക്കുകയും നമ്മളെ സൽക്കരിക്കുകയും ചെയ്യും. അപ്പോൾ അല്ല അങ്ങനെ തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല അതായത് മുഖ്യമന്ത്രിയുടെ കുഴപ്പമല്ലത്, അതിലെ ഒരു ഔചിത്യക്കുറവ്, ആ ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചതിലാണ് വലിയ ഔചിത്യക്കുറവ് ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഭക്ഷണം അത്തരം ഒരു സാഹചര്യത്തിൽ ചെന്നുപെട്ടാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ കാണിക്കാവുന്ന ഔചിത്യം. ആ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് കൊടുത്ത ആളുകൾ ചെയ്യേണ്ട ഔചിത്യം. അപ്പോൾ ആ കാര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പിന്നെ ഈ മഴയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ധാരാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം പഠനങ്ങൾ വന്നു കഴിഞ്ഞു. എല്ലാവരും ചർച്ച ചെയ്യുന്ന കേട്ടാത്തൊന്നും ഒരു പഠനവും നടക്കാത്ത ഒരു മേഖലയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്നുള്ള മട്ടിലാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന 1950 മുതൽ ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായാണ്. അതിൽ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നില്ല. ഇവിടുത്തെ റോഡ് സൈഡിൽ നിൽക്കുന്ന 2 മരം മുറിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥ മുഴുവൻ മാറുന്നില്ല. അതല്ലെങ്കിൽ ആ നിലയ്ക്കല്ല കാലാവസ്ഥ മാറുന്നത്. പ്രാദേശിക ഘടകങ്ങളില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം ഈ മൺസൂണുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മൺസൂണുമായി ബന്ധപ്പെട്ട്, കാരണം ചില ഘടകങ്ങളൊക്കെ ഉണ്ടാവാം. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നതിൽ നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നതിനകത്തുള്ള വീഴ്ചയുണ്ട്. ഈ നദികളെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ട്. ഈ ചതുപ്പുകൾ നികത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വീഴ്ചയുണ്ട്. അതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ദുരന്തത്തിൻ്റെ ഇത് കൂട്ടുന്നതിൽ, മഴ പെയ്യുന്നതിൽ നമ്മളുടെ ഇടപെടലല്ല യഥാർത്ഥത്തിലുള്ളത്. അത് ആഗോള പ്രതിഭാസമാണ്. അത് ഈ 1950 മുതൽ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ 10-75 കാലത്തെ മാറ്റമാണ്, ആ കാലാവസ്ഥ മാറ്റമാണ് ഇപ്പോൾ പ്രതിഫലിച്ച് ഇപ്പോൾ കൂടുതൽ അത് നമുക്ക് അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ്. കൂടുതൽ നമ്മളെ അത് വല്ലാതെ ആക്രമിക്കുന്നു. അപ്പം ഇതിനകത്തൊരു കുഴപ്പം കൂടിയുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഒറ്റയടിക്ക് ഇത് മുൻകൂട്ടി അറിയിക്കുന്നില്ല, മുൻകൂട്ടി ഇത് പ്രവചനത്തിൽ തെറ്റുവരുന്നു എന്ന് പറയുന്നതിനകത്ത് ശാസ്ത്രീയമായൊരു കാര്യം ഒറ്റയടിക്ക് അതിനെ, അതായത് ഇത് നിങ്ങൾക്ക് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എല്ലാ കാലത്തും ഇങ്ങനെ തെറ്റുവരുത്താറുണ്ട്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നതാണ് ഇവന്മാർ എന്ന് പറയുന്നതിൻ്റെ ആ കാലം കഴിഞ്ഞു. അതിന് കാരണം ഒരു 12 കിലോമീറ്റർ മുതൽ ഏതാണ്ട് 5 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത്, അങ്ങനെയുള്ള പ്രദേശത്ത് ചെയ്യുന്ന മഴയെക്കുറിച്ചാണ് ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. ഇപ്പോൾ പെയ്യുന്ന എത്രയും അറിയോ? 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ സ്ഥലത്താണ് ഈ മഴ പെയ്യുന്നത്. അപ്പോൾ ആ സംവിധാനങ്ങളിലേക്ക് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് ഈ 12-ൽ നിന്ന് നമ്മൾ വളർന്ന് 3 കിലോമീറ്ററിനോ 5 കിലോമീറ്ററിനോ അകത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ അതിനും അപ്പുറത്ത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിലേക്ക് എത്തിയാലേ ഇപ്പോഴത്തെ മഴയുടെ പ്രത്യേകത നമുക്കറിയാൻ പറ്റൂ. ഇപ്പോൾ 2018 പ്രളയം തന്നെ നമുക്ക് ഓർമ്മയില്ലേ? അതിന് മുമ്പുള്ള മഴക്കാലത്ത് മഴയുള്ള ഒരു ചെറിയ മഴയുള്ള മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമുകൾ നിറഞ്ഞ് കിടക്കാൻ തക്കവണ്ണമുള്ള മഴ കിട്ടിയ ഒരു മഴക്കാലത്തിന് തൊട്ടു പിന്നാലെ ഒരു 3 ദിവസം തുടർച്ചയായി 15-ാം തീയതി മുതൽ ഓഗസ്റ്റ് 15 മുതൽ 17 വരെയുള്ള അതിതീവ്ര മഴ അങ്ങ് പെയ്യുകയാണ്. അപ്പോഴാണ് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്താണ്, ഒരു വേനൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യാത്തതിൻ്റെ പ്രശ്നത്തിലിരിക്കുകയായിരുന്നു. പെയ്തപ്പോൾ വല്ലാത്ത മഴയും. അപ്പോൾ ആ നിലയ്ക്കാണ് കാലാവസ്ഥ മാറിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഇതിന് കൊടുക്കാവുന്ന മുന്നറിയിപ്പ് എന്നതിനപ്പുറത്ത് ഇത് സംഭവിച്ചാൽ ഉടൻ ചെയ്യാവുന്ന നടപടികൾ, ഇത് എല്ലാ കാലത്തും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്, എല്ലാ വർഷവും ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കണം. പിന്നൊന്ന് ഈ നിലം നികത്തൽ എന്നുള്ളത്, നെൽകൃഷിയാണ് നമ്മുടെ നിലം എന്നുള്ളത്, ചതുപ്പുകൾ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ചതുപ്പുകൾ എന്ന് പറയുന്ന പഴയ പാടങ്ങളാണ്. ആ നെൽകൃഷി എന്നുള്ളത് നിലനിൽക്കുന്ന സമയത്ത് ഇത് ഒഴുകിപ്പോകുന്നതിൻ്റെ ഒരു പാത ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനിടയിൽ കൂടെ എല്ലാം ധാരാളം കൈത്തോടുകളും എല്ലാം ഉണ്ടായിരുന്നു. പുഴകൾ ഈ കൃത്യമായി മണൽ വാരൽ എല്ലാം നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും കുറേ വെള്ളം ഒഴുകിപ്പോയിരുന്നു. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സംഭവിക്കുന്നതല്ല, പല ഏറിയും കുറഞ്ഞും 1950 മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 1950 മുതൽ സംഭവിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ കാലികമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വേണ്ട മാറ്റം, ഇത് പരിസ്ഥിതിവാദത്തിനും വികസനവാദത്തിനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പോയിന്റ് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നദിയിലെ മണൽ വാരാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാരരുത് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു കാലത്ത് മുഴുവൻ അതായിരുന്നു പ്രശ്നം, വാരുന്നത് പ്രശ്നം. പക്ഷേ യഥാസമയം ഈ ഡാമിലെയും നദിയിലെയും ഒക്കെ മണൽ വാരുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ രീതി എന്നാണ് കേരളം നമ്മളെ കാണിച്ചു തരുന്നത്. അതേസമയം നെൽവയലുകൾ നികത്തരുത് എന്നുള്ളത് തന്നെയാണ് ശരിയായ രീതി.
അവിടെ നികത്തി വികസനം കൊണ്ടുവരിക എന്നുള്ളതല്ല, നെൽവയലുകൾ നികത്തരുത് എന്നുള്ളത് തന്നെയാണ്, നമ്മുടെ ചതുപ്പുകൾ നികത്തരുത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ കുറച്ചുകൂടി കാര്യക്ഷമമായി കരുതലോടെ ഇടപെടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഈ സർക്കാർ നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരിട്ടിപ്പം നിരന്തരം തീവ്രമായ മുഖ്യമന്ത്രി വിമർശനവുമായി മുന്നോട്ട് പോകുന്നതിനപ്പുറം വളരെ വേഗത്തിൽ ഈ സർക്കാരിലെ തന്നെ മന്ത്രിമാർ സ്വീകരിച്ച നടപടികൾ കൂടി നമുക്ക് മുന്നിലുണ്ട്. അതുകൂടി തന്നെ ഓർത്തു വേണം മുന്നോട്ട് പോകാൻ. പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിന് ഒരു കുഴപ്പമില്ല. 2018 പ്രളയത്തെ 2019 പ്രളയത്തെ ഇതിനേക്കാൾ രൂക്ഷമായി ഇതേ കാരണങ്ങൾ പറഞ്ഞ് വിമർശിച്ച പ്രതിപക്ഷമാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നുള്ളതും നമ്മൾ മറന്നുകൂടാ.